Greetings to all in the name of Lord and Savior Jesus Christ. Welcome all of you in the Swandhanam online platform. Today we are surrounded of God, Evangelist Rajendran S. from Muthukulum, Alappi for the word ministry with us and for the song ministry. We have Brother James Cherian from Koduntara with two Malayalam song, Eternal Saki Yeshu, What a Friend We Have in Jesus. And second song, Alpakalam Matram Ee Bhumile Vasam. Let us hear from Brother James Cherian. May God's name be glorified. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സാന്ത്വനം വചനധാരയുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ അടിയനും ഇപ്രകാരം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് കർത്താവ് നൽകി തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് എനിക്കൊരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പ്രിയ രാജേന്ദ്രൻ സഹോദരൻ ഞങ്ങൾ ഒരുമിച്ച് ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റിൻ്റെ പല ഔട്ട്റീച്ച് മിനിസ്ട്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്രകാരം പ്രിയ ദേവദാസനോടുള്ള ആ സ്നേഹവും ബഹുമാനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ വൈകിട്ടാണ് ഇപ്രകാരമുള്ള ഈ ഒരു ശുശ്രൂഷ എനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയുവാനായിട്ട് സഹായിച്ചത്. എനിവേ, എന്നിൽ അർപ്പിച്ചിട്ടുള്ള ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ എന്നിൽ ശുശ്രൂഷകൾ നമുക്ക് ഏത് സമയത്ത് ലഭിക്കുന്നോ അപ്പോഴൊക്കെയും നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ, നമ്മുടെ കഴിവുകളൊക്കെയും നമ്മുടെ താലന്തുകളൊക്കെയും കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി വിനിയോഗിക്കാം. അത് നമ്മൾ ചെയ്യണം, നമ്മുടെ ഉത്തരവാദിത്വമാണെന്നുള്ളത് വീണ്ടും വീണ്ടും കർത്താവ് ഓർപ്പിക്കുന്നു, അത് നൽകി തരുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പ്രിയ സഞ്ജീവി സഹോദരൻ കഴിഞ്ഞ ദിവസം വിളിച്ച ഈ കാര്യം ഇന്നലെ എന്നോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ ഒരു കാര്യത്തിൽ ഇപ്രകാരമായിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പ്രിയ ടൈറ്റസ് അവർകൾ, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന അനേക ദൈവദാസന്മാർ, അനേക ദൈവമക്കൾ ഇന്ന് പ്ലാറ്റ്ഫോമിലായിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കണമേ. ആദ്യമേ പ്രാർത്ഥിച്ച ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഈ സൂമിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് വളരെ കൃപയോടുകൂടി നമുക്ക് ലഭിപ്പാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്, ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ദിവസം കർത്താവ് എത്രയോ നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു. നമുക്കേവർക്കും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തെ നൽകി തന്നു. എനിക്കിന്നൊരു ഇൻ്റർനെറ്റിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ അവസാനമോ, ഭൂമി നശിക്കുവാനായിട്ട് പോകുകയാണോ? അപ്രകാരമുള്ളൊരു മെസ്സേജ് ലഭിച്ചു. ഞാനത് വായിച്ചപ്പോൾ വളരെ ഭയത്തോടുകൂടി ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുകയായിരുന്നു. നമുക്ക് എത്ര നാൾ കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാനായിട്ട് സാധിക്കും? എത്ര നാൾ കൂടി നമ്മുടെ ആയുസ് നമുക്ക് ലഭിക്കും? അത്രത്തോളം കാലം നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ, ഓരോ മിനിറ്റും ഓരോ നിമിഷവും നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വളരെ പഴയ ഒരു ഗാനത്തിൻ്റെ 1-2 അടികൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്. മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്.
വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരം ഇല്ലിവിടെ പോർക്കളത്തിലത്രേ നാം, നിൽക്കവേണ്ട പോരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. നിൽക്കും നഗരം ഇല്ലിവിടെ പോർക്കളത്തിലത്രേ നാം, നിൽക്കവേണ്ട പോരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്തോരാ. നാടുവിട്ടു വീടുവിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്തോരാ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്ര നാളാൻ, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നെ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്ര നാളാൻ, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നെ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്. ഒരു ഗാനം കൂടെ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് മഹത്വത്തിൽ വസിക്കുന്ന E.I. ജേക്കബ് സാർ എഴുതിയ ഒരു പഴയ ഗാനം, എത്ര നല്ല മിത്രം യേശു ഖേദഭാരം വഹിപ്പാൻ. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്നുള്ള ഗാനത്തിൻ്റെ ആക്ഷരികാർത്ഥത്തിലുള്ള ഒരു ട്രാൻസ്ലേഷനാണ്. അതിന് വേറൊരു ഗാനം കൂടി പലരും അവകാശപ്പെടുന്നുണ്ട്, എന്തു നല്ലോർ സഖി യേശു. എന്നാൽ അതിന് മുമ്പായിട്ട് വിവർത്തിക്കപ്പെട്ട ഒരു ഗാനമാണ് എത്ര നല്ല മിത്രം യേശു ഖേദഭാരം വഹിപ്പാൻ. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മൾ തകർന്നു പോകാവുന്ന അവസ്ഥയിൽ അനേക പ്രിയപ്പെട്ടവർ, ഞാൻ ഉൾപ്പെടെ പാടി ആശ്വസിക്കാറുള്ള ഒരു പാട്ടാണിത്. ശോധനകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ വരുന്നുണ്ടോ? അതിലൊന്നും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല എന്ന് അർത്ഥം വരുന്ന ഒരു ഗാനം. ആത്മീയ ഗീതത്തിലെ 803 ഗാനം.
ഇഷ്ടമിത്രം യേശു ഖേദഭാരം വഹിപ്പാൻ എത്ര സ്വാതന്ത്ര്യം നമുക്കു സർവം ബോധിപ്പിക്കുവാൻ നഷ്ടമാക്കി സമാധാനം ഭാരം ചുമന്നെത്ര നാൾ യേശുവോടു പറയായ്ക മൂലമത്രേ സർവവും. ശോധനകൾ നമുക്കുണ്ടോ ക്ലേശമിതിലെങ്കിലും ലേശവും നിരാശ വേണ്ട യേശുവോടു പറയാ കഷ്ടതയിൽ പങ്കുകൊള്ളും ശ്രേഷ്ഠമിത്രം യേശുവാ നമ്മെ മുറ്റുമറിയുന്ന തന്നെ അറിയിക്കണ. ഭാരം മൂലം ഞെരുങ്ങുന്നു ക്ഷീണം വർദ്ധിക്കുന്നുവോ യേശുവല്ലയോ സങ്കേതം തന്മേൽ സർവം വച്ചിടാ സ്നേഹിതന്മാർ ഹസിക്കുന്നു യേശുവോടു പറക തന്റെ ഉള്ളം കയ്യിൽ നമ്മെ പാലിച്ചാശ്വസിപ്പിക്കും. താങ്ക് യു സർ. Praise the Lord. Thank you, Son of God. This is James Senior of Koduntara. Very two beautiful, meaningful song we're listening, Son of God. Alpakalam Matrami Bhuvile Vash. And what a friend we have in Jesus. Very meaningful song we're listening in Malayalam, and we welcome all of those of you who joined our platform. Today we have Son of God evangelist S. Rajendran from Alapi for the word ministry with us, and he can share up till 10:10 the time for the word ministry, because we have the time to be extended because of the time we spend now. So, and this is the time for word ministry, and he has the time to share a few words for his testimony also, and after that word ministry, may God's name be glorified. രാജേന്ദ്ര സാറിന് 10 വരെ സമയം മുമ്പോട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തുടങ്ങാമല്ലേ? Yeah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനധാര
എന്നുള്ള സൂം മാധ്യമത്തിലൂടെ എളിയവനും ഈ ശുശ്രൂഷ നൽകിയ ജനധാരയുടെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഈ നിലയിൽ ദൈവദാസന്മാരെ കാണുവാൻ അനുഗ്രഹീതമായ ഗാനം ആലപിച്ച ദൈവദാസനുമായിട്ടൊക്കെ കൂടി ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാനൊക്കെ ഇടയായിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ചുരുക്കമായിട്ട് എൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ബഹ്റൈനിൽ വെച്ചാണ് കർത്താവിനെ കുറിച്ച് കേൾക്കാനും സുവിശേഷം കേൾക്കാനും ഒക്കെ ഇടയാകുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടത് ഏകദേശം 2001 2001 മെയ് മാസത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഞാൻ ഈ ഹിന്ദു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ നിലയിൽ ഭക്തിയുള്ള ഒരു കുടുംബത്തില് മതഭക്തിയൊക്കെ ഞങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ധാരാളം ദൈവങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഒത്തിരി ദൈവങ്ങളുള്ള ഒരു മതത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. വാസ്തവമായിട്ട് ആരാണ് ദൈവം എന്നുള്ള ആ ഒരു കാര്യത്തിൽ വലിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ അനേക ക്ഷേത്രങ്ങളിലും മറ്റും പോയി വളരെ ഭക്തിയോടെ ജീവിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ എൻ്റെ ഏകദേശം ഒരു 38 വയസ്സ് വരെയും എനിക്കൊരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹൃദയത്തിനകത്തൊരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല. എവിടെയോ ഒരു ശൂന്യത ഹൃദയത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ധാരാളം ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കും. പക്ഷെ ഇവിടെയൊന്നും എനിക്കൊരു ശാശ്വതമായ സമാധാനം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്നത്. ഗൾഫിലൊരു ജോലിക്കായിട്ട് കടന്നു പോയി ബഹ്റൈനിലെത്തി. ബഹ്റൈനിൽ ചെന്ന് 2000 അവിടെ ചെന്നു. 2001 അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ അവിടെ ഒരു സുഖമില്ലാതെ ഒരു ഓപ്പറേഷന് സംബന്ധിച്ച് അവിടുത്തെ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് അവിടെ ദൈവദാസന്മാർ കടന്നു വന്ന് എന്നോട് സുവിശേഷം പറയുവാനായിട്ട് ഇടയായി തീർന്നു. വാസ്തവത്തിൽ ആദ്യം സുവിശേഷം എന്താണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഞാൻ ചിന്തിച്ചിരുന്നതും ധരിച്ചിരുന്നതും ഞങ്ങൾക്കൊത്തിരി ദൈവമുണ്ടല്ലോ, അതുപോലെ ക്രിസ്ത്യാനികളുടെ ഒരു ദൈവമാണ് യേശുക്രിസ്തു എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പോൾ ആ നിലയിൽ അതിന് വലിയ പ്രാധാന്യം ആദ്യത്തെ ദിനങ്ങളിൽ കൊടുത്തില്ല. എന്നാൽ ഈ ദൈവദാസന്മാർ തുടർച്ചയായിട്ട് എന്നെ കാണുവാനായിട്ട് വരുമായിരുന്നു. ബഹ്റൈനിലുള്ള സഭകളിലെ ദൈവദാസന്മാർക്ക് അവരുടെ ജോലി സമയം കഴിഞ്ഞ് അവര് ഔട്ട്റീച്ച് ചെയ്യാറുണ്ടായിരുന്നു. ആ നിലയിലാണ് അവര് കടന്നു വരുന്നത്. അപ്പൊ എന്നെ ആശുപത്രി വന്നവര് താഴെ നോക്കുമ്പം മലയാളികൾ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് കഴിയും. ആ ലിസ്റ്റ് നോക്കിയാണ് അവർ കയറി വരുന്നത്. അങ്ങനെ എന്നെ ഒരു മലയാളിയെ കണ്ടുകിട്ടി അവർക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് അവര് മിക്കവാറും ഒക്കെ ദിവസങ്ങളിൽ കടന്നു വരിക. ഞാൻ ഏകദേശം ഒരാഴ്ചയിലധികം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോഴങ്ങനെ കടന്നു വരികയും എനിക്ക് പുസ്തകങ്ങൾ തരികയും ഒക്കെ ചെയ്തു. ഇവർ ഓരോ ദിവസം പറയുന്ന കാര്യങ്ങളിലും എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് എന്തൊക്കെ ഹൃദയത്തിൽ തട്ടുന്നത് പോലെ തോന്നി. ഇതിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഹൃദയത്തെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നുള്ള വാക്യം ഇവര് ആവർത്തിച്ച് പറയുവാൻ, അങ്ങനെ ഒരു ട്രാക്ട് എനിക്ക് അവർ വായിക്കാനും തന്നു. അതിന്റെ ഹെഡ്ലൈൻ അങ്ങനെയായിരുന്നു, ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അപ്പൊ പൊതുവെ ഞാൻ ഇച്ചിരി പാപ സ്വഭാവങ്ങളൊക്കെ കൂടുതലുള്ള ഒരു വ്യക്തിയായിരുന്നു. മദ്യപിക്കും, പുകവലിക്കും, സാധാരണ മനുഷ്യൻ ലോകത്ത് ജീവിക്കുന്ന എല്ലാ നിലവാരത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ആ നിലയിൽ ഇതൊക്കെ വായിച്ചും കേട്ടും മനസ്സിലായപ്പോൾ ഈ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലുടക്കി. പാപം മാത്രമല്ല, പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്.
അതെന്നെ ചിന്തിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ദൈവദാസന്മാരിലൂടെ സുവിശേഷം കേട്ടു, ദൈവത്തെക്കുറിച്ച് കേട്ടു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അങ്ങനെ കേൾക്കുവാൻ ഇടയായപ്പോൾ ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്, ഈ വിഗ്രഹങ്ങളിലല്ല നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിയുന്നത് എന്നുള്ള വസ്തുതകൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഞാൻ ശരിക്ക് പറഞ്ഞാൽ നല്ലൊരു വിഗ്രഹാരാധിയായിരുന്നു. അപ്പോഴ് ആ ഗൾഫിൽ അവിടെ ചെന്നിട്ടും അവിടെയും ഞാൻ താമസിക്കുന്ന ഞങ്ങൾ ബാച്ചിലേഴ്സ് താമസിക്കുന്ന 10 പേരോളം താമസിക്കുന്ന ഒരു വലിയ റൂമിനകത്ത് ഞാനൊരു ഫോട്ടോയൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അവിടെ ഒരു ചന്ദനത്തിരി കത്തിക്കും, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. അപ്പൊ എനിക്ക് ആ നിലയിൽ ഒരു ഭക്തി ജീവിതം എവിടെ ആയാലും ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ആ നാളുകളിൽ എനിക്ക് വാസ്തവമായി മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടതയും സമാധാനക്കുറവും എന്ന് പറയുന്നത് ജീവിക്കുന്ന ദൈവം എന്നിലില്ല എന്നുള്ള കാര്യം മനസ്സിലായി. മാത്രമല്ല, ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. എൻ്റെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങൾ അതെനിക്ക് ബോധ്യപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ, അതൊക്കെ പിന്നീട് വായിച്ച് ദൈവവചനം പഠിച്ചു വന്നപ്പോഴേ എനിക്ക് ആ കാര്യം മനസ്സിലായത്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെയും കുറിച്ചൊക്കെ ബോധ്യം വരുമെന്ന് കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ ഞാൻ പിന്നീട് പഠിച്ചു വന്നപ്പം എനിക്ക് മനസ്സിലായി, ഇതാണ് എന്നെ അവിടെ ദൈവം എന്നോട് ഇടപെട്ടതാണെന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ ആ ദിവസങ്ങളിൽ തന്നെ കർത്താവിനെ വാസ്തവമായിട്ട് രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കാനും യേശുവിനെ കർത്താവായിട്ട് സ്വീകരിപ്പാനും ഒക്കെ ഇടയായി. ഞാൻ അന്ന് അവിടെ വെച്ചൊരു തീരുമാനമെടുത്തത്, ഇനി ഞാൻ ഒരു വിഗ്രഹത്തിന്റെ മുൻപിലും പോകത്തില്ല, ഒരു ദേവാലയത്തിലും പോകത്തില്ല. എനിക്ക് യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്നുള്ള കാര്യം അവരിൽ നിന്ന് അല്പമായിട്ടൊക്കെ ബോധ്യപ്പെട്ടു. പക്ഷെ എനിക്കൊരു ആവേശം ഉണ്ടായത് ഇത് കൂടുതൽ മനസ്സിലാക്കണം, അറിയണം. എനിക്ക് അവരൊരു ബൈബിളൊക്കെ തന്നു. അത് വളരെ ആർത്തിയോടെ ഞാൻ വായിക്കാനായിട്ട് തുടങ്ങി. ഒന്നും മനസ്സിലാകുന്നില്ല, എങ്കിലും അതൊക്കെ വായിച്ചു വരുമ്പോൾ പല ഭാഗങ്ങളിലും വായിച്ചു വരുമ്പം വിഗ്രഹങ്ങള് അത് മരം മുറിച്ച് ഒരു ഭാഗം അപ്പം ചുടുന്നു, അതിന്റെ ഒരു ഭാഗം കൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയായപ്പോഴെനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഒരു വിഗ്രഹാരാധിയായിട്ട് ജീവിക്കുന്ന ദൈവമില്ലാതെ ജീവിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, പ്രയാസങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുകയും അങ്ങനെ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഒരു വലിയ സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ, ഞാൻ ആഗ്രഹിച്ച ദൈവികമായ സമാധാനം അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. ഇത് ഒരു യാഥാർത്ഥ്യമായ സത്യമാണ്. എന്നിൽ ഒരു പ്രത്യേക മാറ്റം ഉണ്ടായി. അതിന് ആ മാറ്റമുണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുമായിരുന്നു. ഈ ആശുപത്രി കിടക്കുമ്പോഴും എനിക്ക് പുറത്തൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്ന് ആ നാള് മുതൽ എനിക്ക് എന്തൊക്കെ ഇതിനോടൊരു അകൽച്ച തോന്നുവാനായിട്ടിടയായി തീർന്നു. എങ്കിലും പെട്ടെന്ന് എനിക്കത് നിർത്താനായിട്ടൊന്നും കഴിഞ്ഞില്ല. ഞാൻ റൂമിൽ ചെന്നിട്ടും അവിടെ ചെന്നിട്ട് സിഗരറ്റ് ഒക്കെ വാങ്ങിച്ചു. പക്ഷെ അത് കത്തിച്ചൊക്കെ വലിക്കാനായിട്ട് നോക്കും, അതിന്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ മദ്യം കഴിക്കണമെന്ന് തോന്നും, പക്ഷെ മറ്റുള്ള കൂട്ടുകാരൊക്കെ കഴിക്കുമ്പോൾ അതിനോട് അത് കഴിക്കണമെന്ന് അവരുടെ കൂടെ കൂടണമെന്ന് തോന്നും, പക്ഷെ എനിക്ക് അതിന്റെ മണം പിടിക്കുന്നില്ല. അങ്ങനെ ഒരു അകൽച്ച എന്നിൽ തന്നെ ഉണ്ടായി. അപ്പൊ എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ജീവിക്കുന്ന ഒരു ദൈവം എന്നോട് ഇടപെടുന്നു, ഞാനൊരു ജീവിക്കുന്ന ദൈവത്തിൽ ആയി തീർന്നു എന്നുള്ള വസ്തുത എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാനിടയായി. അത് മാത്രമല്ല, പിന്നീടുള്ള ജീവിതത്തിൽ എനിക്ക് വളരെ കർത്താവിന്റെ പാദപീഠത്തിൽ ശരണപ്പെട്ട് ജീവിക്കണമെന്നുള്ള ഒരു സമർപ്പണ മനോഭാവത്തോടെ ഞാൻ പോകാനായിട്ട് തുടങ്ങി. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ ക്ലോത്തിന്റെ ഒരു കമ്പനിയിലായിരുന്നു. അവിടെ വളരെ കഠിനമേറിയ ജോലി ആയിരുന്നെങ്കിലും വെള്ളിയാഴ്ച ദിവസമാണ് ബഹ്റൈനിലെ ഞങ്ങൾക്ക് ആരാധിക്കാനായിട്ട് കഴിയുന്നത്, അവധി ദിവസം അന്നാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക ആരാധന അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്, ഞായറാഴ്ചയും ആരാധനയുണ്ട്. അപ്പൊ ഈ വെള്ളിയാഴ്ച ദിവസത്തെ ആരാധനയ്ക്ക് സംബന്ധിക്കാനായിട്ട്
എനിക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി, പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ വളരെ ശക്തമായിട്ട് ആ കമ്പനിയിൽ എനിക്ക് വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ഓവർ ടൈം ഒക്കെ ഉണ്ടായാലും അവധി വേണമെന്നുള്ള വളരെ ശാഠ്യം പിടിച്ച് എനിക്ക് ഓവർ ടൈം ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആരാധനയ്ക്ക് പോകണം. അപ്പൊ അവിടെയുള്ള 10,500 ജോലിക്കാർ ജോലി ചെയ്യുന്ന കമ്പനിയിലെ സൂപ്പർവൈസർമാരൊക്കെ എന്നോട് ചോദിക്കും, ഇവിടെ ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്, പിന്നെ തനിക്കെന്താ താൻ എന്നാ ക്രിസ്ത്യാനിയായത് എന്നെന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ അവരോട് പറയുന്ന ഒരു മറുപടി, എനിക്ക് ആരാധനയ്ക്ക് പോകണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ പാസ്പോർട്ട് ഇങ്ങ് തന്നേരെന്ന് പറയും. അത്ര മാത്രം എനിക്ക് ക്രിസ്തുവിൽ അങ്ങ് ധൈര്യമായി. ഞാൻ ജീവിക്കുന്ന ഒരു ദൈവത്തിലാണ്. എനിക്ക് അതുകൊണ്ട് ഞാൻ അവരോട് പറയുന്നത്, എന്റെ പാസ്പോർട്ട് ഇങ്ങ് തന്നേരം ഞാൻ നാട്ടിൽ പോയിക്കോളാം, എനിക്ക് അല്ലെങ്കിൽ എന്നെ ആരാധനയ്ക്ക് വിടണം. അപ്പൊ അവര് അങ്ങനെ എന്റെ ശല്യം മൂത്തപ്പോ അവര് വിചാരിച്ച് ഇവനെ എങ്ങനെങ്കിലും ഇവൻ പറഞ്ഞു വിട്ടാൽ അവർക്ക് ആള് കുറയും. അത് കാരണം ഞങ്ങളെ പോലുള്ള നല്ല വർക്കേഴ്സ് ഒക്കെ ആയതുകൊണ്ട് അവർ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വിടത്തില്ല. അപ്പൊ അവര് അങ്ങനെ നിർത്തി. എല്ലാ ആഴ്ചയിലും എനിക്ക് അവധി തന്നു. ഞാൻ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി, ഇട മീറ്റിങ്ങുകൾക്കൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ 2 ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. ഞായറാഴ്ച വർക്കിംഗ് ഡേയാ. അന്ന് ഞാൻ 7 മണിയാകുമ്പോഴാണ് സൽമാബാദിൽ ആരാധന തുടങ്ങുന്നത്. 7:30-ക്ക് തുടങ്ങും. ഞാൻ അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഓവർ ടൈം ചെയ്യാതെ അന്നും അവിടുന്ന് ഞായറാഴ്ച ദിവസം രക്ഷപ്പെടും. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം ആരാധന. എനിക്ക് അത്രമാത്രം ആവേശം ഉണ്ടായി, കർത്താവിനോടുള്ള ഇഷ്ടം തോന്നി, കർത്താവിനെ ആരാധിക്കണമെന്ന്, ദൈവത്തിന്റെ വചനം കേൾക്കണമെന്നും ഒക്കെയുള്ള ദാഹമുണ്ടായി. വചനമൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ ഇടയായി. അതുപോലെ പ്രാർത്ഥിക്കാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അന്ന് ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് അരമണിക്കൂറാണ് ലഞ്ച് ടൈം ഉള്ളത്. എല്ലാവരും ആഹാരം കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ആഹാരം കഴിക്കാനായിട്ട് പോകത്തില്ല. ഒരു പഴവും ഒരു കൂൾ ഡ്രിങ്ക്സും മേടിച്ചും കൊണ്ട് ഞാൻ എൻ്റെ റൂമിൽ പോയിരുന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഈ അരമണിക്കൂർ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഓടി പെട്ടെന്ന് ചെന്ന് അടുത്ത കമ്പനി റൂമും എടുത്ത പെട്ടെന്ന് പോയി ചെന്ന് മുട്ടുകുത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്തൊക്കെയോ ഞാൻ ദൈവത്തോട് പറയുക. എനിക്ക് നല്ലപോലെ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. അങ്ങനെ കിട്ടുന്ന സമയങ്ങളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹവും വാഞ്ചയുണ്ട്. ഞാൻ അന്ന് അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു, എനിക്ക് ദൈവത്തിന്റെ വചനം പഠിക്കണം, ഇത് പഠിക്കാനായിട്ട് എനിക്ക് കൃപ തരണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 5 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അവിടെയുള്ള സഭാ കൂട്ടായ്മയിലൊക്കെ കടന്നുപോയി. അവിടെ വെച്ച് എനിക്ക് ഒരു പ്രാവശ്യം ഒരു ദൈവദാസനിലൂടെ യെശയ്യാവിന്റെ പ്രവചനത്തിൽ നിന്നൊരു 3 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സില് അവിടെ ആ ദൈവദാസനിൽ നിന്നുള്ള ഒരു ചോദ്യം ഉണ്ടായത് ഇങ്ങനെയാണ്: ആർ എനിക്ക് വേണ്ടി പോകും? അത് ആ ഒരു ചോദ്യം എന്നെ ചിന്തിപ്പിച്ചു. അപ്പൊ എന്റെ ഹൃദയത്തിലുള്ള സന്തോഷവും സമാധാനവും എന്റെ നാട്ടുകാരോട് എനിക്ക് പറയണം, അറിയിക്കണം, എന്റെ ബന്ധുജനങ്ങളോട് അറിയിക്കണം. ഇത് എന്റെ ഹൃദയത്തിൽ എത്രമാത്രം ഈ വലിയ ഒരു സന്തോഷം ഇങ്ങനെ തിളച്ചു പൊങ്ങുക, അത് മറ്റുള്ളവരോട് അറിയിക്കണം എന്നുള്ള ഒരു വാഞ്ചയുണ്ട്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് ദൈവത്തിന്റെ വേലയ്ക്ക് വേർതിരിഞ്ഞ് പോരണമെന്നുള്ളത് കമ്പനിയിൽ ആവശ്യപ്പെട്ട് കമ്പനിക്കാർ പെട്ടെന്ന് വിടാനൊന്നും തയ്യാറായിരുന്നില്ല. പക്ഷെ ഞാൻ നിർബന്ധമായിട്ട് പോരുവാനിടയായി. അങ്ങനെ കമ്പനിയിലുള്ള ചില സഹോദരന്മാരൊക്കെ ഇടപെട്ട് എന്നെ പോരുവാനായിട്ട് ഇടയാക്കി തീർന്നു. അപ്പോഴവിടെ ഒരു കൂട്ടം സഹോദരന്മാരൊക്കെ പറഞ്ഞു, രാജേന്ദ്രനെ കാണിക്കുന്ന ഇപ്പൊ മണ്ടത്തരമാണ്, ഇപ്പോഴേ പോകരുത്, രക്ഷിക്കപ്പെട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ, പോയി എന്ത് ചെയ്യും? എന്റെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ അവർക്കറിയാമായിരുന്നു. പോയിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഞാൻ അതിന്റെ കൂടെ ഈ കാര്യങ്ങള് മറ്റുള്ളവരോട് പറയണം. അതാണ് എന്നെ ഭരിച്ച വലിയ ഒരു കാര്യം. ഇത് ദൈവത്തിന്റെ വേലയെ അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട് എന്റെ ഹൃദയത്തിലുള്ള സന്തോഷം, രക്ഷയുടെ സന്തോഷം ആ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാനിവിടെ നാട്ടിൽ വന്ന് ചേപ്പാട് സഭയിലാണ് ഞാൻ കൂടി വന്നത്. അവിടുന്ന് ഞാൻ കുമ്പനാട്ട് ഒരു വർഷം പഠിക്കാനായിട്ടൊക്കെ പോയി. കുമ്പനാട് ബൈബിൾ സ്കൂളിൽ ഒരു വർഷം പഠിച്ചു. ദൈവത്തിന്റെ വചനമൊക്കെ അതിന്റെ ഒരു ഔട്ട്ലൈനൊക്കെ എനിക്ക് കിട്ടി. തുടർന്ന് ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തു. കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാനിടയായി. ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് വേർതിരിഞ്ഞു. അങ്ങനെ മുതുകുളത്ത് പ്രവർത്തനം
ആരംഭിച്ചു. മുതുകുളത്തെ പ്രവർത്തനത്തില് ഒരു ചെറിയ ഒരു സഭ ഇവിടെയുണ്ട്, കുറച്ച് അംഗങ്ങളെ ഉള്ളൂ. ചെറിയൊരു സഭ ഇവിടെയുണ്ട്, ഒരു സഭാകളുണ്ട്. ഞങ്ങൾ അങ്ങനെ ദൈവത്തെ ആരാധിച്ചു പോകുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ച ഒരു വിഷയം, മെയിനായിട്ട് ദൈവത്തിന്റെ സന്നിധി കരഞ്ഞത് ഒറ്റ കാര്യമായിരുന്നു, കർത്താവെ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ എനിക്ക് തരണം, എന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും എനിക്ക് തരണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അവര് വിശ്വാസികളാണ്, അവര് എന്നെ പോലെ വിഗ്രഹാരാധികളാണ്. അപ്പൊ അവരെ കർത്താവ് രക്ഷിക്കണം. എന്നാലും അവിടെ നിന്ന് ബഹറിനേന്ന് പലരും നാട്ടിൽ കടന്നു വരുന്ന ലീവിന് വരുന്ന സഹോദരന്മാര്, ഞാൻ ഈ 5 വർഷം പോരാതെ അവിടെ നിൽക്കുക. അപ്പൊ ഇതിനുള്ളിൽ വെച്ച് അവര് പലരും എന്റെ വീട്ടിൽ വരും, അവരൊക്കെ സുവിശേഷം പറഞ്ഞു. പിന്നീട് ചേപ്പാട് സഭയിലെ ദൈവദാസന്മാർ വന്ന് എന്റെ ഭാര്യയുടെ മക്കളോടും ഒക്കെ സുവിശേഷം പറഞ്ഞു. അവര് രക്ഷിക്കപ്പെട്ടു, ഭാര്യയും മൂത്ത മകളും രക്ഷിക്കപ്പെട്ട്. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് അവര് സ്നാനപ്പെടുവാനുള്ള തീരുമാനം എടുക്കുന്നത്. കാരണം ഞാൻ നാട്ടിൽ വന്നപ്പം അവർക്ക് എന്നിൽ ഒരു പ്രത്യേകമായ സ്വഭാവം കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ വ്യക്തി രൂപാന്തരപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അവരും കർത്താവിൽ വളരെ സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ. ഇന്ന് എനിക്ക് 2 പെൺകുട്ടികളും ഒരു ഭാര്യയും ഞാനും എന്റെ മൂത്ത മകൾക്ക് ഒരു കൊച്ചു കുഞ്ഞും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അങ്ങനെ ഞങ്ങള് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കർത്താവിന്റെ വേല ചെയ്തു പോകുന്നു. ഇത്രയുമാണ് ചുരുക്കമായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഞാൻ ആ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവകൃപയിൽ മുൻപോട്ട് പോവുകയാണ്. ആവോളം ദൈവത്തിന്റെ വേല, പരസ്യ ശുശ്രൂഷകളും അതുപോലെ ഭവന സന്ദർശനങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുവാനായിട്ട് വളരെ താല്പര്യത്തോടെ കൂട്ടു സഹോദരങ്ങളൊക്കെ ആയിട്ട് അനേക സഹോദരങ്ങളുമായിട്ട് ചേർന്ന് ദൈവത്തിന്റെ വേല ചെയ്യുന്നുണ്ട്. അത് മുൻപേ ദൈവദാസൻ ഓർപ്പിച്ച പോലെ ഞങ്ങളൊരു പരസ്യമൊന്നും ഇല്ലാത്ത പ്രവർത്തനമാണ് ഞങ്ങളുടേത്. ആ നിലയിലുള്ള ഏകദേശം ആഴ്ചയിൽ 4 ദിവസം, കുറഞ്ഞത് 4 ദിവസമെങ്കിലുമുള്ള പ്രവർത്തനങ്ങൾ കണ്ടിന്യൂ ആയിട്ട് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഉണ്ട്. പിന്നീട് അതിന്റെ ഇടയ്ക്ക് സ്പെഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും ചെയ്യുന്നു. ആ നിലയിൽ കർത്താവ് വഴി നടത്തുന്നു. ഞാനിനി വിശേഷിക്കുന്ന സമയം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ നിന്നും ഒരു ചെറിയ ആലോചന പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഞാന് വായിച്ച് ദൈവവചനം പഠിച്ചപ്പോൾ ഈ അധ്യായം എനിക്ക് വളരെ സന്തോഷമേകുന്ന ഒരു അധ്യായമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തില് ഇങ്ങനെയാണ് വായിക്കുന്നത്. അതെന്നെ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. വാസ്തവമായിട്ട് ജീവിക്കുന്ന ഒരു ദൈവം എന്നോടും ഇടപെടുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലും എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. ദൈവമില്ലാത്ത, പ്രാർത്ഥിച്ചാൽ കണ്ണുനീർ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചാൽ കേൾക്കാത്ത ദൈവങ്ങളുടെ മുൻപിലാണ് ഞാൻ കുത്തിയിരുന്നത്. എന്നാൽ ജീവിക്കുന്ന ഒരു ദൈവം, നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവം, നമുക്ക് അഭിമുഖമായി ഒരു സ്നേഹിതനോട് പറയാൻ കഴിയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന്റെ വേദനയും ദുഃഖവും കണ്ണുനീരും എല്ലാം ഷെയർ ചെയ്യുവാൻ മതിയായ നമ്മുടെ സ്നേഹിതനായ ഒരു കർത്താവാണ് നമുക്കുള്ളത്. അവൻ ഉന്നതനായ ദൈവമാണ്. അപ്പോൾ തന്നെ നമ്മോട് അത്രമാത്രം സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു കർത്താവാണ്. ഇവിടെ മോശയുടെ ജീവിതത്തിൽ മോശയ്ക്ക് വാസ്തവമായിട്ട് ദൈവവുമായിട്ട് ഒരു സ്നേഹിതൻ തന്നോട് ഇടപെടുന്നത് പോലെ മോശയോട് ദൈവം ഇടപെട്ടു. അപ്പോൾ ആ നിലയിൽ മോശയുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം മോശയുടെ ജീവിതം, നമുക്ക് പുറപ്പാട് പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തില് നമ്മൾ ഈ മോശയെ കാണുന്നത് മിസ്രയീമിനെ അടിച്ചു കൊല്ലുന്ന ഒരു ധിക്കാരിയായ, ഒരു ചട്ടമ്പിയായ, ഒരു എന്താ പറയുന്നത്, ഒരു ഗുണ്ട നേതാവ് എന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഈ മോശയിലൂടെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ മോശ
ഇത്ര സൗമ്യനായി തീർന്നതും മോശ ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്നതും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മോശയെ ദൈവം 40 വർഷം മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി പാകപ്പെടുത്തിയെടുത്ത് ദൈവത്തിന് പ്രയോജനപ്പെടുന്ന നിലയിലുള്ള ഒരു ആയുധമാക്കി മോശയെ മാറ്റി. പിന്നെയാണ് മോശയെ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ ശുശ്രൂഷകൾ ഏൽപ്പിക്കുമ്പോൾ നമുക്കറിയാം, മോശ 2 കൈയെടുത്ത് തൊഴുകയാണ്, എന്നെ കൊണ്ട് അത് സാധ്യമല്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മോശ അത്രമാത്രം ചെറുതായി തീർന്നു. മോശ അത്രമാത്രം ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മോശയെ കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മളെ പാകപ്പെടുത്തിയെടുക്കുന്ന, കർത്താവിന് കൊള്ളാവുന്ന നിലയിൽ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഈ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തില് ആ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. മോശ 40 രാവും 40 പകലും സിനായി മലയിൽ ദൈവത്തോട് ഒപ്പമാണ്. പക്ഷേ മോശ കൂട്ടിക്കൊണ്ടുവന്ന ജനം എന്ത് ചെയ്യുന്നു? അവിടെ കാളക്കുട്ടയെ ഉണ്ടാക്കി അവർ വലിയ ആഘോഷങ്ങൾ അവിടെ ചെയ്യുകയാണ്. ദൈവം മോശയോട് പറയുന്നത്, നീ വേഗം ഇറങ്ങിച്ചെല്ലുക, നിന്റെ ജനം, നീ കൂട്ടിക്കൊണ്ടുവന്ന ജനം ഇതാ തെറ്റിപ്പോയിരിക്കുന്നു, ഞാൻ അവരെ നശിപ്പിച്ചു കളയും. ഞാൻ അവരോട് കൽപ്പിച്ച ആ കൽപ്പനകളൊക്കെ, ആ വഴികളൊക്കെ അവർ വേഗത്തിൽ വിട്ടുമാറി അവര് കാളക്കുട്ടിയെ ഉണ്ടാക്കി. അതുകൊണ്ട് അവരെന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് നീ എന്നെ വിടുക എന്നും ദൈവം മോശയോട് പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. ഈ മോശയോട് ദൈവം അഭ്യർത്ഥിക്കുക, നീ എന്നെ വിട്. അപ്പൊ മോശ എത്രമാത്രം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മോശ ദൈവത്തിന്റെ മുൻപാകെ വീണ് കിടക്കുകയാണ്. നമ്മൾ ഈ 32-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അത് ചുരുക്കമായിട്ട് നമുക്ക് അതിന്റെ 12-ഉം 13-ഉം വാക്യത്തില് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ഉഗ്ര കോപം വിട്ട് തിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെ കുറിച്ച് നീ അനുതപിക്കണമേ. ദൈവത്തോട് പറയാണ്, ദൈവമേ നീ അനുതപിക്കണമേ, നീ അവരെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയാണ്. മാത്രമല്ല മോശ പറയുകയാണ്, നീ ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. എന്തുകൊണ്ടാണ് അവരെ ഓർക്കണമെന്ന് പറയുന്നത്? അവർ വളരെ ഭക്തിയോടെ ദൈവത്തിന്റെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിനോട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ അവിടെ അബ്രഹാം ചോദ്യം ചെയ്യാതെ മുൻപോട്ട് പോകുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഭക്തനായ ഇസഹാക്കിനെ, ഇസ്രായേലിനെ അല്ലെങ്കിൽ യാക്കോബിനെ ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരുടെ ഭക്തി ജീവിതങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിരുന്നു. അതുകൊണ്ട് ഈ ജനം പാപം ചെയ്തെങ്കിലും നീ അവരെ ഓർക്കണമേ, അവരുടെ നീതി ഓർക്കണമേ എന്നുള്ളത് മോശ ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് മോശ ദൈവത്തിന്റെ മുൻപാകെ പ്രായശ്ചിത്തമായിട്ട് പറയുന്ന ഒരു കാര്യം 32-ാം അധ്യായം അതിന്റെ 31 മുതലുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അയ്യോ ഈ ജനം മഹാപാതകം ചെയ്തു, പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിഗ്രഹാരാധന അഥവാ വിഗ്രഹത്തെ ഉണ്ടാക്കുക എന്നുള്ളത് ദൈവത്തിന് ഏറ്റവും അനിഷ്ടമായുള്ള കാര്യമാണ്. പാപത്തെ വെറുക്കുന്ന ഒരു ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്. എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് ലഭിക്കാതെ വരുമ്പോൾ അത് ഏറ്റവും ദൈവത്തിന് കോപമായി തീരും. അതുകൊണ്ടാണ് മോശയോട് ഇവിടെ പറയുന്നത്, നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കും, ഞാൻ ഇവരെ നശിപ്പിച്ചു കളയും. പക്ഷേ മോശയ്ക്ക് അങ്ങനെ ഒരു വലിയ ജാതിയാകാനോ അല്ലെങ്കിൽ മോശയ്ക്ക് ഒരു വലിയ പ്രശസ്തിയും പേരിലേക്കും വരുവാൻ സാധിക്കുമായിരുന്ന ആ സന്ദർഭം മോശ ഒരിക്കലും ആ ഒരു സന്ദർഭത്തിലേക്കല്ല വരുന്നത്. കാരണം വാസ്തവമായിട്ട് ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെയാണ് മോശ ആയിരിക്കുന്നത്. ഈ മോശ 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ വായിച്ചു, സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. മോശ ദൈവത്തോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 12 മുതൽ അതിന്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് കഴിയും. മോശ ചില കാര്യങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്. മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ.
അതുകൊണ്ട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം, നിന്റെ വഴി എന്നെ അറിയിക്കണം. ഒരു വ്യക്തി കർത്താവിലേക്ക് വരുമ്പോൾ യെശയ്യാവിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് താന്താന്റെ വഴിക്ക് തിരിഞ്ഞെന്ന. ജനം താന്താന്റെ വഴിക്ക് തിരിഞ്ഞു, തെറ്റിപ്പോകുന്ന ആടുകളെ പോലെ വഴിതെറ്റിപ്പോയവരായി തീർന്നു. നാം ദൈവത്തിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം മടങ്ങി വരുമ്പോൾ നാം ദൈവത്തിന്റെ വഴിയിൽ അഥവാ ദൈവേഷ്ടത്തിൽ നമ്മൾ ജീവിക്കണമെന്നുള്ളത് മോശയുടെ ജീവിതത്തിലൂടെ നമുക്ക് മോശ ചോദിക്കുന്ന ഒരു കാര്യം, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. സങ്കീർത്തനക്കാരനായ ദാവീദ് 2 സങ്കീർത്തനങ്ങളിൽ ഈ വാക്യങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 25-ാം സങ്കീർത്തനത്തില് അവിടെ അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. 86-ാം സങ്കീർത്തനത്തിലും 86-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യത്തിലും അവിടെയും വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ വഴികൾ, ദൈവത്തിന്റെ വഴികൾ ആരാഞ്ഞ് ജീവിക്കുവാനായിട്ട് ഒരു ദൈവഭക്തന് ഇടയായി തീരണം. ഇത് നമുക്ക് മോശയുടെ ജീവിതത്തിലെ നിന്ന് കാണുവാനായിട്ട് കഴിയും, പഠിക്കുവാനായിട്ട് കഴിയും. പൗലോസിന്റെ ജീവിതത്തെ നമ്മൾ എടുത്തു നോക്കിയാൽ ആ ഭാഗത്തേക്ക് എടുത്ത് നമുക്ക് വായിക്കേണ്ട, നമുക്കറിയാവുന്ന ചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം. പൗലോസ് അപ്പോസ്തലൻ രക്ഷിക്കപ്പെടുന്ന, ദൈവത്താൽ പിടിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ പൗലോസ് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവെ നീ ആരാകുന്നു? ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്താന്ന് ചോദിച്ചപ്പോൾ നീ ആരാകുന്നു എന്നൊരു ചോദ്യമാണ്. നീ ആരാകുന്നു? സാക്ഷാൽ യേശുക്രിസ്തു കർത്താവാണ്, ലോർഡാണെന്ന് മനസ്സിലായപ്പോൾ അടുത്ത ഒരു ചോദ്യമുണ്ട്. അത് 22-ാം അധ്യായത്തിലാണ് പൗലോസിന്റെ ആ ചോദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 22-ന്റെ 11-ൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം? ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ദൈവ വഴികളിൽ ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണെന്നുള്ളത് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയും. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് മോശ, ദാവീദ്, പൗലോസ്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവരൊക്കെ ദൈവത്തോട് ചോദിച്ചതാണ്, നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിന്റെ വഴിയിൽ എന്നെ നടത്തുമാറാകണമേ. രണ്ടാമതായിട്ട് ഇവിടെ മോശ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. നീ നശിപ്പിച്ചു കളയുമെന്ന് പറയുന്ന ഈ ജനം നിന്റെ ജനമെന്ന് ഓർക്കണം. നീ കൂട്ടിക്കൊണ്ടുവന്ന, നീ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന, മോശയുടെ പ്രാർത്ഥനയിൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. നിന്റെ ജനമെന്ന് നീ ഓർക്കണമേ. ദൈവമേ, നീ കൂട്ടിക്കൊണ്ടുവന്ന ഈ ജനത്തെ നിന്റെ ജനം. മോശയോട് ദൈവം പറഞ്ഞത് നിന്റെ ജനമെന്ന. മോശയോട് ദൈവം പറഞ്ഞു, യഹോവയായി ദൈവം പറഞ്ഞു നിന്റെ ജനം. മോശ ദൈവത്തോട് പറയുകയാണ്, അത് നിന്റെ ജനമായിട്ട് നീ കാണുന്നേ, അവരെ നിന്റെ ജനമായിട്ട് കാണും. അപ്പോൾ മോശയുടെ ഇവിടുത്തെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? മോശ ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, നിന്റെ വഴികൾ എന്നോട് അറിയിക്കണം. നിനക്ക് എന്നോട് കൃപയുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നല്ലോ, അതുകൊണ്ട് നിന്റെ വഴി എന്നെ അറിയിക്കണം. നിന്റെ ഹിതം എന്താണെന്ന് എന്നെ അറിയിക്കണം. നിന്റെ പദ്ധതി എന്താണെന്ന് എന്നെ അറിയിക്കണം. രണ്ടാമത് പറയുകയാണ്, ഈ ജനം നിന്റെ ജനമെന്ന് ഓർക്കണം, നിന്റെ ജനമെന്ന് ഓർക്കണം. മൂന്നാമത് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരണം. നിന്റെ സാന്നിധ്യം. അപ്പോൾ ദൈവം ഇവിടെ ദൈവം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. 14-ാമത്തെ വഴി, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ അവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് എന്ന് പറഞ്ഞാൽ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകണം. ദൈവത്തിന്റെ ഉത്തരം, എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടാവും. മാത്രമല്ല ദൈവം ഇവിടെ മറ്റ് ചില കാര്യങ്ങൾ കൂടെ പറയുകയാണ്.
ദൈവം പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഞാൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അപ്പോൾ മോശയുടെ ആവശ്യം അഥവാ മോശയുടെ പ്രാർത്ഥന എന്താണ്? നിന്റെ വഴികളെ എന്നോട് അറിയിക്കണം, നിന്റെ വഴികളിൽ എന്നെ നടത്തണം, നിന്റെ ജനമാണിത്, നീ നിന്റെ ജനമെന്ന് ഈ ജനത്തെ കാണണം, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയാണ്. ഇത് പറയാനൊരു കാരണമുണ്ട്. നമുക്കറിയാം, ഇവരിത് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞത് നമ്മൾ ഈ 32, 33 അധ്യായങ്ങളിൽ നമ്മൾ തുടക്കത്തിൽ വായിക്കുന്നത് എന്താ? മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ വരില്ല, ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നാൽ ഈ ജനത്തെ ഞാൻ നശിപ്പിച്ചു കളയും, അതുകൊണ്ട് നിനക്ക് മുൻപായിട്ട് ഒരു ദൂതനെ അയക്കാം. അതുകൊണ്ട് മോശ പറയുകയാണ്, നീ ഒരു ദൂതനെ അയച്ചാൽ പോരാ, നിന്റെ സാന്നിധ്യം തന്നെ ഞങ്ങളോട് കൂടെ വേണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരുകയില്ല. ഒന്ന്, നമ്മൾ ദൈവത്തിന്റെ വഴികളിൽ മുൻപേ നമ്മൾ താന്താന്റെ വഴിക്ക് തിരിഞ്ഞ് ജീവിച്ചതാണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ജീവിച്ചു. എന്നാൽ ദൈവത്തിന്റെ വകയായി തീർന്നപ്പോൾ പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് എന്ന് പറയുവാൻ ഇടയായതുപോലെ മോശ ഇവിടെ ദൈവത്തോട് പറയുകയാണ്. നാലാമത്തെ കാര്യം, മോശ ദൈവത്തോട് പറയുന്ന നാലാമത്തെ കാര്യം ഇതാണ്. അങ്ങനെ 16-ാമത്തെ വാക്യത്തിന്റെ അവസാനം, അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് ഒരു വിശേഷതയുള്ള ജാതിയായിരിക്കുമെന്ന് പറഞ്ഞു. ദൈവം അത് സമ്മതിക്കാൻ വേണ്ടി മോശ ദൈവത്തോട് പറയുക, നീ ഒരു പ്രത്യേക ജനമായി, ഒരു ശ്രേഷ്ഠ ജനമായി ഞങ്ങളെ കാണണം. നീ ഇവിടെ പറഞ്ഞത് എന്താ? ദുശാഠ്യമുള്ള ജനമാണെന്നാ പറഞ്ഞത്. ദൈവമേ, നിന്റെ ആ മനോഭാവം നീ മാറ്റണം, നീ അനുദപിക്കണം, നീ അങ്ങനെ ഞങ്ങളെ കാണല്ലേ എന്നുള്ള ഒരു അപേക്ഷ ദൈവത്തിന്റെ മുൻപാകെ വെക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക ജനമായി ഞങ്ങളെ കാണും. 4 കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. 5-ാമത്തെ കാര്യം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. പ്രിയപ്പെട്ടവരെ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മോശയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൽ പല കാര്യങ്ങളും ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം പുതിയ നിയമത്തിൽ നമുക്ക് പഠിച്ചാൽ, നമുക്ക് കൊലോസ്യ ലേഖനം, തെസ്സലോനിക്ക ലേഖനം, അതുപോലെ എഫേസ്യ ലേഖനം, ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് ഇതിലൊക്കെ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഇതേ കാര്യങ്ങൾ നമുക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ സകലവും ചവറന്നെണ്ണി, ക്രിസ്തു മുഖാന്തരം സകലവും ചവറന്നെണ്ണി. എനിക്ക് ആ ക്രിസ്തുവിന്റെ വഴികളിൽ ജീവിക്കാമോ, ക്രിസ്തുവിനെ പിടിക്കാമോ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമായിട്ട് ഇത് മാറുവാൻ ഇടയായി തീരട്ടെ. ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള ഒരു ജീവിതം, ദൈവത്തിന്റെ വഴികളെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം, ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നാം പലപ്പോഴും നമുക്ക് വരുന്ന അബദ്ധം എന്ന് പറയുന്നത്, എന്റെ വഴികൾ ഇതാണ് കർത്താവെ, നീ എന്നോട് കൂടെ ഇരിക്കണം, എന്റെ വഴികൾ ഇതാണ്, എന്റെ പദ്ധതി ഇതൊക്കെയാണ്, നീ എന്നോട് കൂടെ ഇരിക്കണമെന്നാണ് നാം ആവശ്യപ്പെടുന്നത്. പക്ഷെ മോശ ആവശ്യപ്പെടുന്നത് അങ്ങനെയല്ല. എന്റെ വഴിയല്ല, നിന്റെ വഴി, നിന്റെ വഴി. ദാവീദ് ആവശ്യപ്പെടുന്നത്, നിന്റെ വഴി എനിക്ക് അറിയിച്ചു തരണം, നിന്റെ വഴിയിൽ നടത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ആ ചിന്ത, മനോഭാവം, ദൈവത്തിന്റെ മുൻപിലുള്ള അപേക്ഷ, പ്രാർത്ഥന ഇത് തന്നെ ആയിരിക്കണം. നിന്റെ വഴിയിൽ എന്നെ നടത്തണം, നിന്റെ വഴി എനിക്ക്. ദൈവം, നമ്മള് ആമോസിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ദാസന്മാരെ അറിയിക്കാതെ ദൈവം ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ദൈവം ഒരു കാര്യങ്ങളും തന്റെ ദാസന്മാരെ അറിയിക്കാതെ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ദൈവമാണ്, അങ്ങനെയുള്ള ജീവിക്കുന്ന ഒരു ദൈവം. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുമ്പോൾ, ആ ദൈവത്തിന്റെ വഴികളിൽ ജീവിക്കുവാൻ നമുക്കിടയായി തീരുമ്പോൾ, നാം ഒരു ദൈവത്തിന്റെ ശ്രേഷ്ഠ ജനമായിട്ട് തീരുവാനിടയായി തീരണം. പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 9-ാം വാക്യത്തിലെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്.
1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്ന, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. എന്നിട്ട് പിന്നെ പറയാണ്, മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രിയപ്പെട്ടവരെ, നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ, വാസ്തവമായിട്ട് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന പിശാചിന്റെ വകയല്ല, പിന്നെ നമ്മൾ ദൈവത്തിന്റെ വകയാണ്. നമ്മളെ നിത്യ നരകത്തിൽ നിന്നും വലിയ വില കൊടുത്ത്, കഷ്ടമനുഭവിച്ച്, ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ആ കർത്താവിന്റെ വകയാണ്. നാം ഇനി താന്താങ്ങൾക്കുള്ളവരല്ല, കർത്താവിനുള്ളതാണ്. നമുക്കത് പുതിയ നിയമത്തിൽ ധാരാളം വായിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ആ നിലയിൽ നമ്മള് ദൈവത്തിന്റെ ജനമായിട്ട് ഇരിക്കുമ്പോൾ, ഇവിടെ മോശ പറഞ്ഞതുപോലെ ഒരു ശ്രേഷ്ഠ ജനമായിട്ടിരിക്കണം. ദൈവത്തിന്റെ ഒരു ശ്രേഷ്ഠ ജനമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ചത്ത ക്രിസ്തീയ ജീവിതം നയിക്കാത്ത, ജീവനുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിട്ട് തീരണം. എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ വലിയ കുളത്തിലൊക്കെ നഞ്ച് കലക്കും. നഞ്ച് എന്ന് പറഞ്ഞ ഒരു രാസവസ്തുവാണ്. അത് കലക്കുമ്പോൾ ഈ മീനൊക്കെ മയങ്ങി ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി ഒഴുക്കുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പതുക്കെ പോകും. ആ മീന് ജീവനുണ്ട്, പക്ഷെ അത് ചത്തിട്ടില്ല, അതിങ്ങനെ ഒഴുകിപ്പോകും. കാരണം അതിന് ആ ഒഴുക്കിനെതിരെ പിടിച്ചു നിൽക്കാനായിട്ടോ തുഴയാനായിട്ട് കഴിയത്തില്ല. ആ ഒരു ലെവലിലാണ് ഇന്നത്തെ ക്രിസ്തീയ ജീവിതം നമ്മൾ ആകമാനം നോക്കിക്കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വലിയ ഉണർവുണ്ടാകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ദൈവത്തിന്റെ വഴികളിൽ നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് കർത്താവിന്റെ സന്നിധിയിലെത്തും, രക്ഷിക്കപ്പെട്ടല്ലോ ഇനിയിപ്പോ അങ്ങ് സ്വർഗത്തിൽ ചെല്ലും എന്നുള്ള ഒരു ധാരണയിൽ മാത്രം നമ്മൾ മുൻപോട്ട് പോകുന്നവരായി തീരാതെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മോശയുടെയും ദാവീദിന്റെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹീതമായ ഒരു ഭക്തി ജീവിതം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പൗലോസിന്റെ ജീവിതം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ 1 തെസ്സലോനിക്കർ എഴുതിയ 1-ാമത്തെ ലേഖനത്തില് ഞാനത് പഠിക്കുമ്പോഴേ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ വിഗ്രഹത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു വന്നതുകൊണ്ട് ആ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. അവിടെ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിന്റെ 1-ാം അധ്യായം 9 തൊട്ടുള്ള ആ വാക്യങ്ങളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. വളരെ വിഗ്രഹാരാധികളായിട്ടുള്ള ഒരു കൂട്ടം ജനം. ഈ തെസ്സലോനിക്കയിൽ പൗലോസ് സുവിശേഷം അറിയിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ വലിയ പീഡനം അനുഭവിച്ചുകൊണ്ടാണ് അവിടെ സുവിശേഷം അറിയിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ബെരോബയിലേക്ക് മാറിപ്പോകുന്നതായിട്ടൊക്കെ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നുണ്ട്, തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരാണ് ബെരോബയിലുള്ള വിശ്വാസികൾ, അവർ വചനത്തെ പരിശോധിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ഒരു കൂട്ടം ജനം നോക്കണം, ഇവർ അലസന്മാരായിട്ട് തന്നെ രക്ഷിക്കപ്പെടുമ്പോഴും വചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവരെങ്കിലും ഇവരിൽ രക്ഷിക്കപ്പെട്ട ജീവനുള്ള സത്യവിശ്വാസികൾ ഒരു ചെറിയ കൂട്ടമുണ്ട്. അവരെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന എന്താ? അവർ സ്വർഗത്തിൽ നിന്ന് കർത്താവ് വരുന്നത് കാത്തിരിക്കുന്നവരാ. പ്രത്യാശയുള്ള വിശ്വാസികൾ. അവർ വിഗ്രഹത്തെ വിട്ട് തിരിഞ്ഞവരാണ് ദൈവത്തിലേക്ക്.
വിഗ്രഹത്തെ വിട്ട് തിരിഞ്ഞവരാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം പാരമ്പര്യമായ ചില ഒരു ജീവിതക്രമം നമുക്ക് രക്ഷിക്കപ്പെടുന്നതിന് മുൻപുണ്ടാകും. അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ കർത്താവിനെ ഏറ്റുപറഞ്ഞു, സ്നാനപ്പെട്ടു, പുതിയ നിയമ സഭാ കൂട്ടായ്മയിൽ മുൻപോട്ട് പോകുമ്പോൾ ഈ വിട്ടുകളയാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊരു പക്ഷേ നമ്മൾ വിഗ്രഹാരാധനയൊന്നും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ ദൈവം ഇഷ്ടപ്പെടാത്ത വിട്ടുകളയേണ്ടതായിട്ടുള്ള പരമ്പരാഗതമായ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് വിട്ടുകളഞ്ഞ് ദൈവത്തിലേക്ക് തിരിയണം. രണ്ടാമത്തത്, ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്ന ഒരു കൂട്ടരായി തീരണം. സത്യദൈവത്തെ സേവിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ. ഇന്ന് ദേവദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓർപ്പിക്കുകയുണ്ടായി, ഇന്ന് ദൈവവചനം പ്രസംഗിക്കുവാനും ഒന്നും ആളുകൾ വളരെ ചുരുക്കമാണ് എന്ന് പറയുകയുണ്ടായി. അതിന്റെ കാരണം മറ്റൊന്നല്ല, ഇന്ന് സുവിശേഷത്തിന് വളരെ ശക്തമായ എതിർപ്പുകൾ നേരിടുന്നുണ്ട്. ഭയപ്പാട് മനുഷ്യനുണ്ടായി തുടങ്ങി. സുവിശേഷം അറിയിക്കാൻ പോയാൽ എന്നെ വല്ലവരും തല്ലുമോ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം ഉണ്ടാകാൻ തുടങ്ങി. അതുകൊണ്ട് എങ്ങനെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒക്കെ ഇങ്ങനെ പോകാമെന്ന് ചിന്തിക്കുക. അങ്ങനെയല്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് രണ്ടും കൽപ്പിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാ. ഒന്നേ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. ഒന്നെങ്കിൽ സുവിശേഷത്താല് ഉപദ്രവം മേടിക്കണം, മരിക്കണം. ആരോടും അങ്ങോട്ട് മോശമായ പ്രവൃത്തി കൊണ്ടല്ല. സുവിശേഷത്തിന്റെ എതിർപ്പ് സുവിശേഷപരമായി നാം സഹിക്കേണ്ടവരാ. അങ്ങനെ എതിർപ്പുകൾ ധാരാളം സഹിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് തന്നെ പലയിടത്തു നിന്നും മാറിപ്പോയിട്ടുണ്ട്. ആ മാതൃക നമുക്ക് വെച്ചിട്ട് ഒരുത്തൻ അടിക്കാനോ പിടിക്കാനോ ബഹളത്തിനോ വരുമ്പം അതിനെ അതിജീവിച്ചുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി. പക്ഷെ ദൈവത്തിന്റെ വേല നമ്മളിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകുവാനായിട്ട് പാടുള്ളതല്ല. നമ്മളിവിടെ തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. അവർ വിഗ്രഹങ്ങളെ വിട്ട് തിരിഞ്ഞു വന്നത് അവർ കർത്താവിലുള്ള പ്രത്യാശയിൽ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുന്നവരും കർത്താവിനെ സേവിക്കുന്നവരും അവര് ആ വരുവാനുള്ള കോപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരുമാണ്. വരുവാനുള്ള കോപത്തിൽ നിന്ന്, നിത്യമായ നരകത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചെന്നുള്ള ഉറപ്പുള്ളവരുമാണ് തെസ്സലോനിക്ക വിശ്വാസം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ നമുക്കുണ്ടാകേണ്ടത്. നാം വളരെ ഉറപ്പുള്ളവർ. ഞങ്ങൾ ഇന്ന് ഭവന സന്ദർശനത്തിന് പോയപ്പോൾ ക്രിസ്തീയ ഭവനങ്ങളിൽ പലയിടങ്ങളിലും സന്ദർശിച്ചു. അവരോടൊക്കെ ചോദിച്ച ചോദ്യം, ഞാൻ പല ഭവനങ്ങളിലും ചോദിച്ച ചോദ്യമുണ്ട്. അവരോട് ചോദിച്ചു, ഇന്ന് മരിച്ചാൽ എവിടെ പോവും? അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? അത് ഉറപ്പില്ല. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട് സ്നാനപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മരിച്ചാൽ എവിടെ പോകുമെന്നുള്ള ഉറപ്പില്ല. കർത്താവ് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഉറപ്പില്ല. ക്രിസ്ത്യാനികളാ, വിശ്വാസികളല്ല, നാമതേ ക്രിസ്ത്യാനികളാ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഏകദേശം അങ്ങനെ ഒരു 70 വയസ്സുള്ള ഒരപ്പച്ചൻ കർത്താവിനെ ഏറ്റുപറയുവാനായിട്ടിടയായിത്തീർന്നു. ആ അപ്പച്ചൻ പറഞ്ഞത് ഇങ്ങനെയാ: നമുക്ക് വേണ്ടി യേശു മരിച്ചതെന്ന് വിശ്വസിച്ചിട്ടുണ്ട്, ഏറ്റുപറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ടി. എന്നാൽ എനിക്ക് വേണ്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അവിടെയാണ് ആ രക്ഷയുടെ ദൈവത്തിന്റെ ആ നിയമത്തിന്റെ വ്യത്യാസം. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അല്ലെങ്കിൽ നിയമത്തിന്റെ വ്യത്യാസം ഇതാ. നമുക്കെന്നുള്ളത് ദൈവത്തിന്റെ കാര്യം, എല്ലാവർക്കും വേണ്ടിയുള്ളത്. പക്ഷെ എന്റെ വ്യക്തിപരമായ കാര്യം എന്താ? എനിക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചതെന്ന് അങ്ങനെ ആ അപ്പച്ചൻ വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും ഇടയായി തീർന്നു. അടുത്ത ആഴ്ച ഞങ്ങൾ കുറത്തിയാടുള്ള ഒരു സ്ഥലം സഭയുടെ പ്രവർത്തനമായിരുന്നു. അപ്പൊ അവിടെ ആരാധനയ്ക്ക് വരാം എന്ന് പറഞ്ഞത് CSI ചർച്ചിൽ പോകുന്ന ഒരു അപ്പച്ചനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് അനേകര് വിശ്വാസികളാണ്, രക്ഷിക്കപ്പെട്ടതാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ മരിച്ചാൽ എന്ത് സംഭവിക്കും, ഇന്ന് കർത്താവ് വന്നാൽ എന്ത് സംഭവിക്കും, അത് പലപ്പോഴും പലർക്കും അതിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. ആ നിലയിലാണ് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മോശയെ പോലെ നമുക്ക് ദൈവ വഴികൾ അന്വേഷിച്ച് ദൈവിക സാന്നിധ്യം ബോധ്യപ്പെട്ട്, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്നോട് കൂടെ ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിൽ
നമുക്ക് ജീവിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. മാത്രമല്ല മോശ ആവശ്യപ്പെട്ടത് നിന്റെ മഹത്വം എനിക്ക് കാണണം. നമുക്കും പ്രിയപ്പെട്ടവരെ ദൈവ മഹത്വം കണ്ട് ജീവിക്കുവാനിടയായി തീരണം. ദൈവ മഹത്വം, മോശ ആഗ്രഹിച്ച മഹത്വം ദൈവത്തെ ഒന്ന് കാണണമെന്നുള്ളതാണ്. നമ്മൾ തീർച്ചയായിട്ടും കർത്താവിനെ മുഖാമുഖം കാണും. പക്ഷേ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ദൈവ മഹത്വം കാണുവാനായിട്ട് കഴിയും. ദൈവനാമം മഹത്വപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ട് സന്തോഷിപ്പാനായിട്ട് കഴിയും. ആ നിലയിൽ നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം, കർത്താവിനെ സേവിക്കാം, കർത്താവിന്റെ വഴികളിൽ ജീവിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു സ്നേഹിതനെ പോലെ നമുക്ക് കർത്താവിനോട് ഇടപെടുവാനും കർത്താവ് നമ്മോട് ആ നിലയിൽ തന്നെ സ്നേഹിതനോടെന്ന നിലയിൽ ഇടപെടുവാനും ഇടയായി തീരും. ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അനേക ഭക്തന്മാർക്ക്, നിങ്ങൾക്കൊക്കെ അത് അനുഭവിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ആ നിലയിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് കർത്താവിനായി പ്രയോജനപ്പെടുവാൻ ഇടയായി തീരട്ടെ. എനിക്ക് സന്ദർഭം ഒരുക്കി തന്ന സഞ്ജീവി ബ്രദറിനോടും ഇതിന്റെ മറ്റുത്തരവാദിത്തപ്പെട്ട എല്ലാ സഹോദരന്മാരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാൻ. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ടൈറ്റസ് ബ്രദറിന്റെ നെറ്റ്വർക്കിന് പ്രശ്നമുണ്ടായി. കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവും ആലോചനയും കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്നും കർത്താവിന് വേണ്ടി അനേകരെ വേർതിരിക്കുന്നു, അനേകരെ ഉപയോഗിക്കുന്നു. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. വളരെ അനുഗ്രഹീതമായ പാട്ടുകൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതുപോലെ കർത്താവിന്റെ ദാസനിൽ നിന്നും ദൈവവചനം കേൾക്കുവാനും ദൈവം നമ്മെ സഹായിച്ചു. ഈ ആഴ്ചയിലെ ശുശ്രൂഷ നമുക്കിവിടെ ആരംഭിക്കുകയായിരുന്നല്ലോ. കർത്താവിന്റെ കൃപയിൽ ഇതുവരെ നമ്മെ പരിപാലിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നാം അറിയുന്നത് പോലെ നമ്മുടെ എല്ലാ ആഴ്ചകളിലും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഈ ശുശ്രൂഷ മുൻപോട്ട് പോകുന്നു. തിങ്കളാഴ്ചകളിൽ പല വ്യത്യസ്തരായ ദൈവദാസന്മാർ ഈ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ വരികയും അവരുടെ സാക്ഷ്യവും ദൈവവചനവും കേൾക്കുന്നു. കൂടാതെ ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ബൈബിൾ സ്റ്റഡികൾ മുൻപോട്ട് പോകുന്നു. ചൊവ്വാഴ്ച പൗലോസ് അപ്പോസ്തലന്റെ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്ന വിഷൻസ് ഓഫ് പോൾ എന്ന വിഷയം കഥാദാസ് KP ജോർജ് നമുക്ക് വേണ്ടി എടുക്കുന്നു. അതുപോലെ ബുധനാഴ്ച സഹോദരൻ ബിജു തിരുവനന്തപുരം നമ്മൾ സംസാരിക്കുന്നു, ദ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്. വ്യാഴാഴ്ച തെസ്സലോനിക്ക ലേഖന പഠനം മുൻപോട്ട് പോകുന്നു. വെള്ളിയാഴ്ച ബിബ്ലിക്കൽ കവനൻസ് എന്ന വിഷയം കഥാദാസൻ തോമസ് മാത്യു കട്ടപ്പന. ഈ ശുശ്രൂഷകളൊക്കെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മുടെ ശുശ്രൂഷകൾ, മുൻപുള്ള ശുശ്രൂഷകൾ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ലിങ്കോ മറ്റു പാസ്വേഡോ ഒന്നും മാറ്റമില്ല. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുവാനും നിങ്ങൾക്കിത് കേൾക്കുവാനും സാധിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ആ നിലയിലുള്ള ദൈവവചന കേൾവിക്കായുള്ള താല്പര്യം ഞങ്ങൾ അറിയിക്കുന്നു. ഏവർക്കും നന്ദി.